സാരിയിൽ കാണാൻ നല്ല സുന്ദരിയാ. എന്നെ അമ്മയെ പോലെ ഉണ്ട് കാണാൻ. ചേച്ചി, നമ്മൾ ഈ സ്ഥലം ഉപേക്ഷിച്ച എവിടേക്കാ ചേച്ചി പോവുക? എവിടേക്കാ പോകുന്നേ? ഞാനും കൂടെ വരാം. 2 ബിസ്ക്കറ്റ് ഇതാ. കാശ് തന്നാൽ എന്ത് ജോലിയും ചെയ്യും. ഈ ചായക്ക് മധുരല്ലോ. എവിടെയാണോ? ഇതിഷ്ടല്ല എങ്കിൽ കളഞ്ഞേക്കാം. എന്റെ അമ്മ അനാഥാശ്രമത്തിനെ കോർപ്പറേറ്റ് ആക്രമിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ആശ്രമം വേണമെന്നുണ്ടെങ്കിൽ ഗസ്റ്റ് ഹൗസിലേക്ക് വരണമെന്ന്. ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഓക്കെ, പക്ഷെ കുറച്ച് ചെലവുണ്ട്. അത് എത്രയാണെന്ന് വെച്ചാൽ അവിടെ എത്ര പേര് ഇരിപ്പുണ്ടോ അതിനനുസരിച്ചായിരിക്കും പേയ്മെന്റ്. പണി തീർന്ന ഉടനെ പറയാം. ഒരുപാട് വൈകി. ഇവളെവിടെ പോയി? വന്നാ തോന്നുന്ന. കമ്മിങ്. വെൽക്കം. നീ ആരാടാ? അങ്ങോട്ട് മാറിക്കടാ. എന്ത്? ചെന്ന് കോർപ്പറേറ്റുകാരനെ വിളിച്ചോണ്ട് പോവാ. ഞാനാടോ അത്? താനോ? അപ്പോ തീപ്പെട്ടിതാ. തീപ്പെട്ടിയോ? കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരോട് ഇത്ര പോലും കോർപ്പറേറ്റ് ചെയ്യില്ലേ? ഓ, പൂജ നടക്കുന്ന സമയത്ത് കരടിയെ പോലെ. തീപ്പെട്ടി എടുത്തോണ്ട് വാടാ. ഓ ശരിയാണോ? അല്ല, ഇതെന്താ കോട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ നിർത്തിയാണ് സംസാരിപ്പിക്കുന്നത്? നിന്നിട്ട് എന്തിനാ സംസാരിക്കുന്നത്? വരൂ, ഇരിക്കൂ. ഈ സമയത്ത് വലിഞ്ഞു കയറി ഇരിക്കും. ഇതാ സാർ. എടോ, പുറത്ത് നോ സ്മോക്കിംഗ് ബോർഡ് കണ്ടില്ലേ? അതുകൊണ്ട് തന്നെയാ അകത്ത് വന്ന് വലിക്കുന്നത്. അകത്തൊന്ന് വലിക്കുന്നോ? എന്താടോ തന്റെ പ്രശ്നം? തന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കണം. എന്ത് പേഴ്സണൽ ആണെങ്കിലും രാവിലെ സംസാരിക്കാൻ. താമ്പോ എവിടെ വെച്ച് മീറ്റ് ചെയ്യും? തന്റെ അഡ്രസ് ആദ്യം താ. അവൾ അയച്ച ആളാണോ ഇവൻ? ഇവന്റെ കഥ ആദ്യം തീർക്കാം. എടാ, ഇവനൊന്ന് അടിച്ചു ഒതുക്കടാ. വാടാ, വന്ന് അടിച്ചു നോക്ക്. അടി വാങ്ങാനായിട്ട് ആദ്യം ആരും ഒന്നാലും കുഴപ്പമില്ല. ശരി, എല്ലാരും ഒരുമിച്ച് പോരെ. ഞാൻ പോയില്ല, നീ വയ്ക്കും. ശരിയടാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ ഒരു പടി ഇറങ്ങി വരാം. അതൊക്കെ അല്ലേ? ചേട്ടാ വിട്ടേ കേട്ടാ, എന്റെ മുടി കൊഴിഞ്ഞു പോകും ചേട്ടാ. കല്യാണം പോലെ കല്യാണത്തിന് ശേഷം കൊഴിഞ്ഞു പോടാ. നീ എന്താ അടിക്കുന്ന മുമ്പ് വീണത്? ചേട്ടാ അടിച്ചതിന് ശേഷം എന്തായാലും വീണല്ലോ. നിന്റെ ലോജിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് പേടിയായിട്ടാണോ നീ കത്തിയെടുത്തു വന്നത്? ഇതാ ഡോക്യുമെന്റ്സ്. ഡോക്യുമെന്റ്സ് തന്നിട്ട് എന്തിനാ അടിക്കുന്നത്? ഡോക്യുമെന്റ്സ് എടുത്തത് കൊണ്ട്. പോയിട്ട് വരാവേ. പോയിട്ട് വരണമെന്നില്ല.
പെട്ടെന്ന് ഡോക്യുമെന്റ്സ് തിരിച്ചു തന്നോ? ഇതുപോലുള്ള ജോലിയൊക്കെ അത്ര ഈസിയായിട്ട് നടക്കില്ല. അതും പവറുള്ള പൊളിറ്റീഷ്യൻ അടുത്തുനിന്ന് അത്ര എളുപ്പമല്ല. എന്ത് ചെയ്തിട്ട് അവര് തിരിച്ചു തന്നെ? 10 മിനിറ്റ് മസാജ് ചെയ്തു, അപ്പൊ കിട്ടി. എങ്ങനെയാണെങ്കിലും എന്താ സർ, ഡോക്യുമെന്റ്സ് തിരിച്ചു കിട്ടിയില്ലേ? താങ്ക് യു. എന്താ ഇത്? ഞാൻ ഈ ചില്ലറയ്ക്ക് വേണ്ടിയാണ് ഇത്ര നേരം കഷ്ടപ്പെട്ടത്. ആ? എപ്പോഴെങ്കിലും എന്റെ ആവശ്യം വന്നാൽ ഫോൺ ചെയ്യേ. കുറച്ച് കാശ് റെഡിയാക്കിയിട്ട് കോൾ ചെയ്യേ. ഗൗതമിന്റെ ഓർമ്മയ്ക്കായി വെച്ചിരുന്ന റിങ് എന്തിനാ അങ്ങേരുടെ കൈ കൊടുത്ത്? ഗൗതമിനെ ഓർമ്മിപ്പിക്കുന്ന സാധനങ്ങൾ ഇല്ലെങ്കിൽ പോലും എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും അവൻ മായില്ല. വാണി സ്റ്റോപ്പ്. എനിക്ക് മനസ്സിലായി, നിനക്ക് പ്രാന്തം പിടിച്ചോ? ബുദ്ധിയില്ലേ? നീ മനുഷ്യനാണോ അല്ലെങ്കിൽ മൃഗമാണോ? ദൈവമോ അല്ലെങ്കിൽ പ്രേതോ? പട്ടിയോ അല്ലെങ്കിൽ തെണ്ടിയോ? അവരതാ പറയാൻ വരുന്നത് സാർ. അവള് പറഞ്ഞിട്ടില്ലല്ലോ. അവരങ്ങനെയൊക്കെ പറയുമ്പോൾ ഗസ് ചെയ്തതാ. ഞാൻ ഇന്നലെ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ, വീണ്ടും ഇതിനെ ഇങ്ങോട്ട് വന്നേ. എത്ര തവണ ചോദിച്ചാലും ഞാൻ നിന്നെ പ്രേമിക്കാൻ പോകുന്നില്ല. ഞാൻ നിനക്ക് വേണ്ടിയല്ല വന്ന. അപ്പൊ എന്തിനാ വന്നേ? ഒരു 10 പേർക്ക് ഉപയോഗപ്രദമായ ഒരു ഡോക്യുമെന്ററി എടുക്കണമെന്ന് വിചാരിച്ചു. അതിൽ നിങ്ങൾ 2 പേര് അഭിനയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആശ്രമത്തിന് നല്ല ഫണ്ട് വാങ്ങിച്ചേരാം. നിന്റെ പ്ലാൻ എന്താന്ന് മനസ്സിലായി. ഡോക്യുമെന്ററിയുടെ പേരിൽ ഞങ്ങളെ ഇംപ്രസ് ചെയ്യാൻ നോക്കുക. ഞങ്ങൾ എന്തായാലും അഭിനയിക്കില്ല. ഹലോ, എന്നെ അത്ര നിസ്സാരമായിട്ട് കരുതണ്ട. എന്റെ കോൺസെപ്റ്റ് കേട്ടാ പിന്നെ നിങ്ങൾ നോ പറയില്ല. സിറ്റിക്കകത്ത് ഇപ്പൊ ഒരുപാട് ഫാക്ടറികൾ അടച്ചിട്ടിരിക്കുന്നു. ജോലിക്ക് പോയവരൊക്കെ യാതൊരു ജോലിയും കൂലിയും ഇല്ലാതെ അവരുടെ കുടുംബത്തെ പോലും രക്ഷിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. ഫാക്ടറി മുഴുവനും ഈ ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്ത് റീഓപ്പൺ ചെയ്താ എല്ലാവർക്കും ജോലി കിട്ടും. ഈ അവസരം ഉപയോഗിച്ച് ഭഗവാന്റെ ഫാക്ടറിയിലേക്ക് പോയാ അവിടെ എന്താ സംഭവിക്കുക? കോൺസെപ്റ്റ് എങ്ങനെയുണ്ട്? യെസ്, എന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി. ലൊക്കേഷൻ കൺഫേം ചെയ്താൽ ഉടനെ ഷൂട്ട് സ്റ്റാർട്ട്. ഓക്കെ?